ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രിപ്പിൾ എച്ച്, നിക്ക് ആൽഡിൻസ് ആൻഡ് ആഡം പിയേഴ്സ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. ഈ സെഗ്മെന്റ് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ലോഗൻ പോളിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് എലിമിനേഷൻ ചേംബറിൽ WWE കൺഫേം ചെയ്യാൻ പോയത്. എന്നാൽ ആ പ്ലാൻ എല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സംസാരിച്ചത് ട്രിപ്പിൾ എച്ച് ആണ്. ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. എന്നാലും ചിലർക്കൊക്കെ ഡൗട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് എന്നും ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ റോക്കിനെ ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതായത് ചിലർക്കൊക്കെ ഇവിടെ എന്താണ് റോള് എന്നുള്ളത് അവർ മറന്നുകൊണ്ട് അവർ ചില കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. അവരുടെ റോള് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഈ ഒരു ലെവലിലൊക്കെയാണ് ട്രിപ്പിൾ എച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് റോക്കിനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ബാക്ക് സ്റ്റേജിൽ വെച്ച് റോക്ക് ട്രിപ്പിൾ എച്ചുമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് TKO കമ്പനി കൊടുത്ത അധികാരത്തിന്റെ പവറിൽ. അപ്പോൾ അതിനെ ഒന്ന് ഇൻഡയറക്റ്റ് ആയി മെൻഷൻ ചെയ്തതാണ് ഈ സെഗ്മെന്റിൽ. പിന്നീട് ട്രിപ്പിൾ എച്ച് ഒഫീഷ്യലായിട്ട് റെസൽമേനിയ മാച്ചാണ് കൺഫേം ചെയ്തത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റെയിൻസിനാണ് റെസൽമേനിയ മാച്ച് നടക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞ സമയത്ത് കോഡി റോഡ്സിന് ഭയങ്കരധികം സപ്പോർട്ട് കിട്ടി. റോക്കിന് എപ്പോഴത്തെയും പോലെ ബൂ തന്നെയാണ് കിട്ടിയത്. പിന്നീട് ആഡം പിയേഴ്സ്, നിക്ക് ആൽഡിൻസ് ഇവർ സംസാരിച്ചു. സെത്തിന്റെ റെസൽമേനിയ ഒപ്പോണന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എലിമിനേഷൻ ചേംബറിൽ ഒരു നമ്പർ 1 കണ്ടൻഡർ മാച്ച് എലിമിനേഷൻ ചേംബർ മാച്ചായി നടക്കുമെന്നും ഈ മാച്ചിലേക്ക് 12 പേര് വരുന്നുണ്ട് എന്നും ഇതിൽ നിന്നും ക്വാളിഫൈ ആകുന്ന 6 പേരാണ് എലിമിനേഷൻ ചേംബറിൽ മത്സരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ, ഡൊമിനിക് മിസ്റ്റീരിയോ, ഡ്രൂ മാക്കൻഡയർ, മിസ്, സാമി സൈൻ, റാൻഡി ഓർട്ടൻ, AJ സ്റ്റൈൽസ്, LA നൈറ്റ്, ഐവാർ, ബ്രോൺസൺ റീഡ്, കെവിൻ ഓവൻസ്, ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരെല്ലാമാണ് ഉള്ളത്. ഇവർക്കിടയിൽ ക്വാളിഫയിങ് മാച്ച് എല്ലാം നടക്കും. അതിൽ വിൻ ചെയ്യുന്ന 6 പേർക്ക് എലിമിനേഷൻ ചേംബറിലും മാച്ച്. ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് ഫസ്റ്റ് മാച്ച് ആയിട്ട് ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് AJ സ്റ്റൈൽസ് ഇവർ കൺഫേം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കും. അതിനേക്കാൾ മുൻപ് ഡ്രൂ മാക്കൻഡയർ വന്നുകൊണ്ട് CM പങ്കിനെ എല്ലാം കളിയാക്കി സംസാരിച്ച് എലിമിനേഷൻ ചേംബർ മാച്ച് വിൻ ചെയ്ത് താൻ റെസൽമേനിയയിലെ ചാമ്പ്യൻ ആകും, WWEക്ക് ഒരു നല്ല ചാമ്പ്യനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് LA നൈറ്റ് കമന്ററി ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പിന്നീട് ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. 2 പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് ഇവർ റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് LA നൈറ്റുമായിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകും AJ സ്റ്റൈൽസിന്. അതായത് LA നൈറ്റ് കൊണ്ടുവന്ന വാട്ടർ എല്ലാം AJ സ്റ്റൈൽസിന്റെ മുഖത്തേക്ക് പോകുന്നത് പോലെയും പിന്നീട് മാക്കൻഡയർ LA നൈറ്റിന്റെ മേലേക്ക് AJ സ്റ്റൈൽസിനെ തള്ളിവിടുന്നതായിട്ടും ശേഷം വീണ്ടും ഈ മാച്ച് കണ്ടിന്യൂ ചെയ്ത് AJ സ്റ്റൈൽസ് മാക്കൻഡയറെ റോൾ പിൻ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് LA നൈറ്റ് റിങ്ങിൽ കയറി പ്രശ്നമുണ്ടാക്കും. അത് നോക്കി റെഫറി നിൽക്കുന്നതായിട്ടും പിന്നീട് AJ സ്റ്റൈൽസ് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് തിരിയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കൻഡയർ ക്ലൈമോർ കിക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻഡയർ ആണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ LA നൈറ്റ് വന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മനസ്സിലായി ഈ മാച്ചിൽ AJ ജയിക്കില്ല എന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇനി LA നൈറ്റിന്റെ മാച്ചിലും AJ സ്റ്റൈൽസിന്റെ ഒരു ഫെനോമിനൽ ഫോറം പ്രതീക്ഷിക്കാം. പിന്നീട് ബിയാങ്ക ബെലർ വേഴ്സസ് മിച്ചി ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേംബർ ക്വാളിഫൈ മാച്ച് തന്നെയാണ് നടന്നത്. ഈ മാച്ചിൽ അത്യാവശ്യം നന്നായി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരം മിച്ചിന് ഈ മാച്ചിൽ കിട്ടിയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ മിച്ചിൻ സ്റ്റൈൽ ക്ലാഷ് എല്ലാം ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ബിയാങ്ക ബെലർ KOD ചെയ്ത് ഈ മാച്ചിൽ വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബറിലേക്ക് ആഡായി. പിന്നീട് NXT റെസ്ലർ ബ്രോൺ ബ്രേക്കറിനും ട്രിപ്പിൾ എച്ചിനും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ട് ബ്രേക്കർ ഏത് ബ്രാൻഡിലേക്കാണ് പോകേണ്ടത് അത് നല്ല പോലെ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറയുന്നത് പോലെയാണ് ഈ സെഗ്മെന്റ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ പോൾ ഹേമൻ വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറിന് ഷെയ്ക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത് പിന്നെ പോൾ ഹേമനും ട്രിപ്പിൾ എച്ചും സംസാരിക്കും. അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് നെക്സ്റ്റ് വീക്ക് റോക്കും റോമൻ റെയിൻസും ഒരുമിച്ച് വരുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ്. പിന്നീട് ബെയ്ലിയുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം. അപ്പോൾ ഇഞ്ചുറിയിലുള്ള ഡെക്കോട്ടക്കായി വന്നുകൊണ്ട് ബെയ്ലിയുമായി സംസാരിച്ച് അവസാനം ഡാമേജ് കൺട്രോൾ ടീം ബെയ്ലിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഡെക്കോട്ടക്കായി ചെയറെടുത്തുകൊണ്ട് വന്ന് ബെയ്ലിനെ അറ്റാക്ക് ചെയ്യും എന്ന് വിചാരിച്ചാൽ ഡാമേജ് കൺട്രോൾ ടീമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബെയ്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റെസൽമേനിയയിൽ ബെയ്ലിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഡെക്കോട്ടക്കായി ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വേറെ ലെവലായി നടന്ന ഒരു മാച്ചാണ് DIY വേഴ്സസ് ടൈലർ ബീറ്റ് ആൻഡ് പീറ്റ് ഡാൻ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ച്.
അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവരുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എലിമിനേഷൻ ചേംബറിൽ കിട്ടും. ഈ മാച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കണ്ടത്. അതുപോലെ തന്നെ നല്ലൊരു മാച്ച് ആയിരുന്നു ഈ മാച്ച്. മാച്ചിന്റെ അവസാനത്തിൽ DIY ടീം വിൻ ചെയ്യുമോ അതോ പീറ്റ് ഡൺ ടീം വിൻ ചെയ്യുമോ എന്ന് നോക്കിയിരുന്നപ്പോൾ റിങ്ങിന് പുറത്ത് നിൽക്കുന്ന ടൊമോസ സിയമ്പയെ ടൈലർ ബീറ്റ് ഒരു സൂയിസൈഡ് ഡൈവ് പോലെയെല്ലാം അറ്റാക്ക് ചെയ്തു. ശേഷം ജോണി ഗർഗനോയെ പീറ്റ് ഡൺ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ പീറ്റ് ഡൺ ആൻഡ് ടൈലർ ബീറ്റ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം പരസ്പരം കൈ കൊടുത്തുകൊണ്ട് റെസ്പെക്ട് ചെയ്ത് പോകുന്നതായിട്ടും ഈ മാച്ചിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡൊമിനിക് മിസ്റ്റീരിയോനെ കാണിച്ചു. ഡൊമിനിക് മിസ്റ്റീരിയോ പറയുന്നത് എലിമിനേഷൻ ചേംബർ മാച്ച് വിൻ ചെയ്ത് സെത്ത് റോളൻസിനെ റെസൽമേനിയയിൽ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫയിങ് മാച്ച് ആരുടെ കൂടെയായാലും തനിക്ക് അതൊന്നും പ്രശ്നമില്ല എന്ന ലെവലിലെല്ലാം പറയും. അപ്പോൾ തന്നെ കെവിൻ ഓൺസ് അവിടെ വന്നുകൊണ്ട് ഞാനാണ് നിന്റെ കൂടെ എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക്. ആ മാച്ച് ഞാൻ വിൻ ചെയ്തുകൊണ്ട് അത് റെയ് മിസ്റ്റീരിയോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുമെന്നും കെവിൻ ഓൺസ് പറയുന്നുണ്ട്. അതേസമയം ആർട്രൂത്ത് അവിടെ വന്നുകൊണ്ട് കെവിൻ ഓൺസിനെ കയറി മിസ് എന്നൊക്കെ വിളിക്കും. അതേ സെഗ്മെന്റിൽ തന്നെ നിക്ക് ആൾഡിൻസും ആഡം പിയേഴ്സും സംസാരിച്ച് നിൽക്കുമ്പോൾ ലോഗൻ പോൾ വന്ന് സംസാരിക്കും. അപ്പോൾ തന്നെ ഇവർ പറയുന്നത് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് ആയിട്ട് നെക്സ്റ്റ് വീക്ക് മിസ്സിന്റെ കൂടെ മാച്ച് നടക്കും എന്നാണ്. ഇനി സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് റാൻഡി ഓർട്ടൺ ഫോഴ്സ് സാമി സെയിൻ ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് ആണ്. അപ്പോൾ ഈ മാച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അതും മെയിൻ ഇവന്റിലാണ് നടന്നത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് റാൻഡി ഓർട്ടൺ എപ്പോഴത്തെയും പോലെ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് സാമി സെയിനെ എടുത്തടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ സാമി സെയിൻ ഇപ്രാവശ്യം റാൻഡി ഓർട്ടനെയാണ് കമന്ററി ടേബിളിന്റെ മുകളിലെടുത്ത് അടിച്ചത്. വീണ്ടും മാച്ചെല്ലാം മുന്നോട്ട് പോയി കറങ്ങി തിരിഞ്ഞ അവസാനം വീണ്ടും കമന്ററി ടേബിളിന്റെ അവിടെ എത്തുമ്പോൾ റാൻഡി ഓർട്ടൻ അതിന് പ്രതികാരം ചെയ്തുകൊണ്ട് സാമി സെയിനെ എടുത്ത് കമന്ററി ടേബിളിന്റെ മുകളിൽ അടിച്ചു. പിന്നെ മാച്ചിന്റെ അവസാനത്തോടു കൂടി സാമി റാൻഡിയെ ബ്ലൂ തണ്ടർ ബം എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. അവസാനത്തിൽ റോപ്പിന്റെ മുകളിൽ നിന്നും ഒരു മൂവ് ചെയ്യുന്നതായിട്ടും അത് റാൻഡി മാറി. അപ്പോൾ തന്നെ RKO ഫിനിഷർ സാമിയെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സാമി റിങ് വിട്ട് പോയി. റാൻഡി ഓർട്ടൺ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫാൻസ് എല്ലാം ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഡ്രൂ മാക്കൻഡയറും പിറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമോർ കിട്ടുമോ എന്ന് വിചാരിച്ച സെക്കൻഡിൽ തന്നെ ഇവര് ഫേസ് ടു ഫേസ് നിൽക്കുന്നതായിട്ടും സ്മാക്ക് ഡൗൺ മാസമായിട്ട് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.